അങ്ങനെ തന്നെ ആശിക്കാം കൃഷ്ണരാജ്. കാരണം അത്രയധികം വേർപ്പൊഴുക്കുന്നുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ. നമുക്ക് ഈ സെമി ഫൈനലിൽ കഴിഞ്ഞതും അങ്ങനെ ജമ്മു കാശ്മീരിനെതിരെ 1 റൺ ലീഡിനായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ നാടകീയമായി ആണ് സെമി കടന്ന് വന്നത്. ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു രഞ്ജി ട്രോഫിയിൽ കേരളം ഇതുവരെ? വീണ, ഈ കേരളം എന്ന ടീം രഞ്ജി ട്രോഫിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമായൊരു പേരായി ഉറക്കെ കേട്ട് തുടങ്ങിയിട്ട് അധിക നാളൊന്നുമായിട്ടില്ല. ഗുജറാത്തിനെ തന്നെ തോൽപ്പിച്ച് സെമിയിലെത്തിയിരുന്നു മുൻപൊരിക്കൽ രഞ്ജി ട്രോഫിയിൽ. വിജയ് ഹസാരെ ട്രോഫിയിലും സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലുമൊക്കെ തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ശ്രീ ജയേഷ് ജോർജ് പറഞ്ഞതുപോലെ ഏറ്റവും വമ്പന്മാരുടെ കടമ്പകൾ കടന്നാണ് കേരളം ക്വാർട്ടർ ഫൈനലിലെത്തിയത്. അവിടെ സൽമാൻ നിസാർ പൊരുതി നേടിയ മികവിൻ്റെ ഇന്നിങ്സിൻ്റെ മികവിൽ 1 റൺസിൻ്റെ ലീഡ് നേടിയാണ് സെമിയിലേക്ക് യോഗ്യത നേടിയത്. അവിടെ ആകട്ടെ 2 റൺസിൻ്റെ 1ാം ഇന്നിങ്സ് ലീഡിൻ്റെ ബലത്തിൽ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു. അതായത് പൊരുതാൻ ഉറച്ചിറങ്ങുന്ന ഒരു സംഘം 1-2 പേരിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകാതെ കളിക്കുന്നവരെല്ലാം മികവുള്ളവർ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഘം. നോക്കൂ, വരുൺ നായനാർ, ഇമ്രാൻ, ഈ 2 താരങ്ങൾ അരങ്ങേറ്റം കുറിക്കുന്നത് ഒരു രഞ്ജി ട്രോഫി സെമി ഫൈനൽ പോരാട്ടത്തിലാണ് എന്ന് ഓർക്കണം. അങ്ങനെ പ്രതിഭകളുള്ള ഒരു നാടായി കേരളം മാറിയെന്നും 1-2 താരങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ടീമല്ല കേരളമെന്നും തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള കേരള ക്രിക്കറ്റിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത്. അതിനൊരു നെടുന്തൂണായിരുന്നു സഞ്ജു സാംസൺ, മറ്റൊന്ന് നമ്മുടെ സച്ചിൻ ബേബി അടക്കമുള്ള താരങ്ങൾ. BCCI മാച്ച് റഫറി പി രംഗനാഥൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ പി രംഗനാഥൻ, സന്തോഷിക്കാൻ ഇനി എന്തു വേണം അല്ലേ? സന്തോഷിക്കാൻ മാത്രമല്ല, കേരള ക്രിക്കറ്റിന്റെ തന്നെ ഒരു നിമിഷം, അതായത് ഒരു ചരിത്ര നിമിഷം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ആ അവസാന വിക്കറ്റ് വീഴുന്നത് വരെ മുൾമുനയിലാക്കിയ ഒരു സെമി ഫൈനൽ. അപ്പൊ ആ ക്രിക്കറ്റിന്റെ എല്ലാ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സെമി ഫൈനലിന്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, കേരള ക്രിക്കറ്റിന്റെ വളർച്ച ഞാനത് സൂചിപ്പിച്ചു. വലിയ പേരെടുത്ത താരങ്ങളൊന്നും ഇല്ലാത്തൊരു കേരള ടീം ഗ്രൂപ്പ് വളരെ ഏറ്റവും ഈ രഞ്ജി ട്രോഫി സീസണിൽ കേരള കളിക്കുന്ന ഗ്രൂപ്പ് ബംഗാളും പഞ്ചാബും കൂടാതെ കർണാടകയും അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് ക്വാർട്ടർ ഫൈനലിലെത്തുന്നു, സെമി ഫൈനലിലെത്തുന്നു, ഇപ്പോൾ ഫൈനലില്. ഇനി ഫൈനലിൽ ജയിച്ച് കപ്പ് നേടണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എങ്കിൽ തന്നെയും ഈ ടീമിനൊരു പ്രത്യേകതയുണ്ട്. വലിയ പേരെടുത്ത താരങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ടീം കളിക്കാൻ ഇറങ്ങിയത്. അപ്പൊ ആ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഓരോ താരവും അവരുടെ റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് വേണം പറയാനായിട്ട്. നമ്മളൊരു ടീമാണ്, അതായത് സഞ്ജുവിൻ്റെ അഭാവം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ടീമായി കളിക്കുന്നു, ടീമായി ജയിക്കുന്നു. 2 പുതിയ താരങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് പോലും അവർ അവരുടെ റോൾ ഭംഗിയായി നിറവേറ്റുന്നു. അങ്ങനെ ഒരു ടീം ആണ് കേരളം എന്ന് കാണിച്ചു തരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ അല്ലേ? വളരെ ശരിയാണ്. കഴിഞ്ഞ വർഷമല്ല, ഈ വർഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ സഞ്ജു വി സാംസൺ ഇല്ല, പക്ഷെ അതിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന മുഹമ്മദ് അസറുദ്ദീൻ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യ കളിക്കാത്തതെന്നൊരു ചോദ്യമായിരിക്കുന്നു. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ കീപ്പിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും എല്ലാ ഫോർമാറ്റിലും അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. അതുകൂടാതെ സൽമാൻ നിസാർ എന്നുള്ള തലശ്ശേരിയിൽ നിന്ന് വന്ന ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററിന്റെ ആ ഒരു പെർഫോമൻസ് ക്വാർട്ടർ ഫൈനലായാലും ഫൈനലിലായാലും സെമി ഫൈനലിലായാലും, അപ്പൊ എല്ലാ രീതിയിലും ടീമിന്റെ സ്പിന്നേഴ്സിന്റെ റോള്, ഫാസ്റ്റ് ബോളർമാരുടെ റോള്, ഒരു കമ്പൈൻഡ് എഫേർട്ട്, അത് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് മികവ് തന്നെയാണ്. നന്ദി ശ്രീ പി രംഗനാഥൻ. ഏതായാലും അഭിമാന നിമിഷമാണ്. കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ ഉറപ്പിച്ചിരിക്കുന്നു, മുന്നേറിയിരിക്കുന്നു ഫൈനലിലേക്ക്. ഗുജറാത്തിനെതിരെ ആദ്യ ഇന്നിങ്സിലെ 2 റൺസ് ലീഡിൻ്റെ മാത്രം വ്യത്യാസത്തിൽ, ക്വാർട്ടറിൽ 1 റൺസ് ലീഡിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ ഫൈനലിൽ സെമിയിൽ 2 റൺസ് ലീഡിൻ്റെ വ്യത്യാസത്തിൽ ഫൈനലിലേക്ക് കുതിക്കുന്നു. അവിടെ വിദർഭയാകും എതിരാളികൾ. പക്ഷേ വിദർഭയെ അവരുടെ മടയിൽ ചെന്ന് തോൽപ്പിക്കാനുള്ള കെൽപ്പ്, കരുത്ത് നമുക്കുണ്ട് എന്ന് ഓരോ മത്സരങ്ങളും ഓരോ ദിവസവും ഓരോ പന്തും തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷകൾക്ക് വകയുണ്ട്. വീണ, ഇന്നത്തെ ഒരു ട്വിസ്റ്റും കൂടിയാണ് ജയ്മീത് പട്ടേലിന്റെ വിക്കറ്റ് വീഴുന്നത് വരെ. അതുവരെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പക്ഷേ കുറച്ചുകൂടി ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരു കളിയായിരുന്നു. സംശയം എന്താണ് അക്കാര്യത്തിൽ? കാരണം ഈ രഞ്ജി സീസണിൽ ഏറ്റവും നന്നായി ഗുജറാത്തിന് വേണ്ടി ബാറ്റ് വീശിയ ഒരു താരമായിരുന്നു. പക്ഷേ ഇന്ന് തുടക്കത്തിൽ അയാൾക്ക് പിഴയ്ക്കുന്നു. ആ പിഴവ് മുതലാക്കാൻ നമുക്കാകുന്നില്ല. സച്ചിൻ ബേബി ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. പക്ഷേ ഒരു 2 പന്ത് കഴിയുമ്പോഴേക്കും വീണ്ടും മുഹമ്മദ് അസറുദ്ദീൻ എന്ന ബാറ്റിംഗ് കരുത്തിലൂടെ കേരളത്തിന് അടിത്തറ പാകിയ താരം വിക്കറ്റിന് പിന്നിൽ മികവ് പുലർത്തി സ്റ്റംപ് ചെയ്യുന്നു. അത് തൊട്ടില്ലെന്ന മട്ടിൽ ക്രീസിൽ അമ്പയർ
തേർഡ് അമ്പയർ ഔട്ട് വിധിക്കുന്നു. അങ്ങനെ ഒരു ആശ്വാസം കേരളത്തിന് കിട്ടുന്നു. എന്നാൽ പിന്നെയും അവർ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് സിദ്ധാർത്ഥ് ദേശായി ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചു. ഒപ്പം ബൗളറായ നാക്സ്വാവാല അയാളും വന്ന് ടീമിനൊപ്പം ചേർന്ന് മിഡിൽ ചെയ്ത് കളിച്ച് ജയിപ്പിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് പുറത്താകുന്നത്. അപ്പോഴും സിദ്ധാർത്ഥ് ദേശായി പുറത്താകുമ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം 11 റൺസ് മാത്രം മതിയായിരുന്നു. ആ 11 റൺസ് എടുക്കാൻ ഏറെ സമയമെടുത്തു എന്നത് അവർക്ക് വിനയായി. മാത്രമല്ല ജലക് സക്സേനയും സർവാത്തയും ചേർന്ന് മികച്ച സ്പിൻ ബൗളിംഗ്, അതായത് ലൈനിലും ലെങ്തിലും ശ്രദ്ധിക്കാനാണ് ശ്രമിച്ചത്. കാരണം ഫ്ലാറ്റ് പിച്ചിൽ പന്ത് തിരിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ വേഗത്തിലും എന്നാൽ അവരെ കുഴപ്പിക്കുന്ന ഒരു ലൈനിലും ലെങ്തിലുമൊക്കെ പന്തെറിയാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് അവസാന വിക്കറ്റ് വന്നത്. പക്ഷേ അവസാന വിക്കറ്റിൽ 2 റൺസ് കടന്നാൽ, 2 റൺസ് എടുത്താൽ അല്ലെങ്കിൽ 3 റൺസ് എടുത്താൽ, 2 റൺസ് എടുത്താൽ സമനിലയാകും. സമനിലയായാലും ഗുജറാത്ത് തന്നെ കയറും. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയാൽ 1 റൺസ് അധികം എടുത്താൽ എന്ന പ്രതീക്ഷയിലാണ് വലിയൊരു അടിക്ക് നാക്സ്വാവാല ശ്രമിച്ചത്. അത് അടുത്ത് നിന്ന സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ തട്ടി ഉയർന്ന് വീണ്ടും അവിടെ സച്ചിൻ ബേബിയുടെ തന്നെ കൈകളിലേക്ക്, ക്യാപ്റ്റൻ്റെ തന്നെ വിശ്വസ്ത കരകളിലേക്ക് ആ പന്തെത്തുന്നു. അത് ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ച DRSന് പോകും, അമ്പയേഴ്സ് റിവ്യൂ സിസ്റ്റത്തിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ചു എങ്കിൽ പോലും അതുണ്ടായില്ല. കാരണം അയാൾക്ക് ഉറപ്പായിരുന്നു ഞാൻ പുറത്താണ് എന്ന്. അങ്ങനെ അടുത്ത നിമിഷം തന്നെ കേരളം ആഘോഷിക്കുന്നത്, ആഹ്ലാദിക്കുന്നത്, ആരവം മുഴക്കുന്നത്, ആ വിജയ നിമിഷം, മുന്നേറ്റത്തിൻ്റെ നിമിഷം ആസ്വദിക്കുന്നത് നമ്മൾ കണ്ടു. കൃഷ്ണരാജ്, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ്, പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും ഗുജറാത്തിന് ഇനി കേരളത്തെ മറികടക്കണമെങ്കിൽ, അല്ലേ? ആ അത്ഭുതത്തിന് തീരെ സാധ്യതയില്ല എന്ന് വേണം പറയാൻ. കാരണം വളരെ പോസിറ്റീവായി ബാറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിന് വേണ്ടി. രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ രോഹൻ കുന്നുമ്മലും അക്ഷയ് ചന്ദ്രനും ചേർന്ന് അവർ ഡിഫെൻഡ് ചെയ്യേണ്ട പന്തുകൾ ഡിഫെൻഡ് ചെയ്ത്, അതായത് പ്രതിരോധിക്കേണ്ട പന്തുകളെ പ്രതിരോധിച്ച്, ആക്രമിക്കേണ്ട പന്തുകളെ ആക്രമിച്ച് തന്നെ കളിക്കുന്നു. 32 പന്തിൽ 15 റൺസുമായി രോഹൻ കുന്നുമ്മലും 30 പന്തിൽ 9 റൺസുമായി അക്ഷയ് ചന്ദ്രനും ക്രീസിലുണ്ട്. രോഹൻ കുന്നുമ്മലാകട്ടെ ആക്രമണ ക്രിക്കറ്റിന് ഇടയ്ക്ക് ശ്രമിച്ചു ഒരു 6 ഒക്കെ അടിച്ചതാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നത് 2 സെഷന് കൂടി ബാക്കിയുണ്ട്. ഏകദേശം 60ഓളം ഓവറുകൾ ബാക്കിയുണ്ട്. ഈ 60ഓളം ഓവറുകളിൽ 20 വിക്കറ്റുകൾ വീഴണം. എന്നാൽ മാത്രമാണ് ഗുജറാത്തിന് മുന്നേറാനാവുക. അത് ഏറെക്കുറെ അപ്രാപ്യമായ കാര്യം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കേരളം ഫൈനലിൽ വിദർഭയ്ക്കെതിരെ കളിക്കും എന്നുറപ്പാകുന്നു. ശരി കൃഷ്ണരാജ്, ട്രോഫിയിൽ കേരളത്തിൻ്റെ ചരിത്ര ഫൈനൽ പ്രവേശം.